മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മത്സരം ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. 16 മണ്ഡലങ്ങളുള്ള മലപ്പുറം UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ഒരു മത്സരമുണ്ട് എന്നുള്ള തോന്നിപ്പിക്കൽ പോലും ഇടതുപക്ഷത്തിന് മലപ്പുറത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല, നിലവിലെ ഇടതുപക്ഷത്തിന്റെ 2 സീറ്റുകളായ തവനൂർ, പൊന്നാനി എന്നീ 2 മണ്ഡലങ്ങളും തവനൂർ മണ്ഡലം എന്തായാലും UDF പിടിച്ചെടുക്കുമെന്നും പൊന്നാനിയിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഒരു പക്ഷേ UDF തരംഗത്തിൽ ചെറിയ മാർജിനൽ ആണെങ്കിൽ പോലും പൊന്നാനിയും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് പോലും ഇല്ലാത്ത മണ്ഡലമാണ്. ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ ആരാണ് UDFന്റെ ഏത് സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷത്തിനോ എതിർപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു പാർട്ടിക്കോ യാതൊരു റോളും മലപ്പുറത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മലപ്പുറം എന്ന് പറഞ്ഞാൽ UDFന്റെ ഉരുക്കുകോട്ടയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂർ, ഇരിക്കൂർ ഈ 2 മണ്ഡലങ്ങളും UDFന് നിലനിർത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല, കണ്ണൂർ മണ്ഡലം പിടിച്ചെടുക്കാനും ഇത്തവണ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ മന്ത്രി OR കേളു പരാജയപ്പെടുകയും വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ UDF വിജയം കൈവരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം UDF വലിയ മാർജിനിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം നിലനിർത്താനും UDFന് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാസർഗോട്ടെ ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നത് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരാണ്. LDFന്റെ ഉരുക്കുകോട്ടയായ ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ഇത്തവണ ചെങ്കോട്ട തകർത്ത് പുതിയ കോൺഗ്രസ് കോട്ട പണിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും തൃക്കരിപ്പൂരിൽ നിന്ന് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര, നാദാപുരം, ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം എന്ന് തുടങ്ങിയ 5ഓളം മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് UDFന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ കോഴിക്കോട് നോർത്തും പേരാമ്പ്രയും ബേപ്പൂരും വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ്. അദ്ദേഹം ഇത്തവണ പരാജയപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നത് ബേപ്പൂരിലാണ്. നിലവിലെ മന്ത്രിയായ റിയാസ് ബേപ്പൂരിൽ തോറ്റ് തുന്നം മാറുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. വലിയ രീതിയിലാണ് PV അൻവർ എന്ന UDFന്റെ ചോക്കട്ടെ ബേപ്പൂരിനെ സ്വാധീനിച്ചിരിക്കുന്നത്. മാത്രമല്ല, കുന്നമംഗലത്തും തിരുവമ്പാടിയിലും കടുത്ത മത്സരം നടക്കുമെന്നും ഒരു പക്ഷേ കുന്നമംഗലം പിടിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും തിരുവമ്പാടിയും ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പ്രതീക്ഷയുടെ പുതിയ പുലരിയുമായാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വവും മുസ്ലിം ലീഗിന്റെ കട്ട സപ്പോർട്ടും കൂട്ടായി നിന്നപ്പോൾ അത് കേവലം ഒരു സഖ്യമായി മാത്രമല്ല മാറിയത്, ജനങ്ങളുടെ വിശ്വാസം നേടിയ പ്രതീക്ഷകൾ കാക്കാൻ കഴിയുന്ന ഒരു ശക്തിയായാണ് UDF എന്ന സഖ്യം മാറിയത്.